ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് വീട്ടിലെ 4ാമത്തെ ദിവസം. സത്യത്തിൽ പ്രേക്ഷകർക്ക് എന്റർടൈനിങ്ങിനുള്ള എല്ലാ വകകളും ഇത്തവണത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. അടിക്കടി, കരച്ചിലിന് കരച്ചിൽ, പ്രേമത്തിന് പ്രേമം, കോമഡിക്ക് കോമഡി, അങ്ങനെ സകല സാധനങ്ങളും ഉൾപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ സ്വന്തം റൊമാൻറ്റിക് കപ്പിൾസ് എന്ന് വിശേഷിപ്പിച്ച ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു. ഇവര് രണ്ടുപേരും ചേർന്നുള്ള സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടവും പിണക്കവും ഒക്കെയായി എൻഗേജിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡുകളിലെ രണ്ടുപേരുടെയും മട്ടും ഭാവമൊക്കെ കണ്ടാണ് ബിഗ് ബോസ് വീടിനുള്ളവർക്ക് പോലും ഇവർ തമ്മിൽ പ്രേമത്തിലാണോ എന്ന സംശയം തോന്നിയത്. ഈ എപ്പിസോഡോടുകൂടി അക്കാര്യം ഏതാണ്ട് എന്നല്ല പൂർണ്ണമായും ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ള ജാസ്മിന്റെ ഡയലോഗിൽ ഒരു പ്രണയമുണ്ടെന്ന സൂചന നൽകുന്നുണ്ട്. നിലവിൽ ഈ പ്രണയം കാണുന്നവർക്ക് എന്റർടൈനിങ് ആകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിലെ സാഗറും സെറീനയും പോലെയാണെങ്കിൽ ഈ കാണുന്ന പിന്തുണയൊന്നും ഇവർക്ക് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗെയിം പ്ലാനിംഗ് ആയും ഈ പ്രണയത്തെ വിലയിരുത്താവുന്നതാണ്. കാരണം സീസൺ 6 സ്റ്റാർട്ടിംഗ് മുതൽ ആക്റ്റീവായ കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. കൃത്യമായ നിലപാടുള്ള ജാസ്മിനെ വേണമെങ്കിൽ തന്റെ നിലനിൽപ്പിനായി ഒരു ലവ് സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രണയം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് മുൻപോട്ട് പോവുക എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. അടുത്തതായി ട്രൂത്ത് ഓർ ഫേക്ക് എന്ന ചാലഞ്ചർ ടാസ്ക് ആണ്. എല്ലാ സീസണുകളും പോലെ സ്റ്റാർട്ടിംഗ് ടൈമിൽ കാര്യമായ ടാസ്കുകളൊന്നും ബിഗ് ബോസ് ഇത്തവണയും കൊടുത്തിട്ടില്ല. ആസ് യൂഷ്വൽ നോർമൽ സ്റ്റാർട്ടിംഗ് എന്ന രീതിയിലുള്ള ടാസ്ക് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കണ്ടസ്റ്റന്റുകളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശരിയായതും തെറ്റായതും എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ തെറ്റായ കാര്യം കണ്ടുപിടിക്കുക. അടുത്ത പവർ ടീം ആരായിരിക്കും എന്ന് സെലക്ട് ചെയ്യാനുള്ള ഈ ടാസ്ക് സത്യത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് മനഃപൂർവ്വം കൊടുത്തൊരു പണിയാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടെയുള്ളവരെ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു തന്ത്രം. ബുദ്ധി ഇച്ചിരി കൂടുതലായ അപ്സരയ്ക്ക് മുന്നേ തന്നെ കാര്യം പിടികിട്ടിയെങ്കിൽ മിസ്റ്റർ റോക്കി ബായിക്ക് അങ്ങോട്ട് കത്തിയില്ല. വെറുതെ ജിൻഡോയെ കരുവാക്കി സംഭവം വേറെ രീതിയിലാണ് ആശാൻ എടുത്തത്. ഇടയ്ക്ക് വെച്ച് റൂട്ട് മാറിയുള്ള അപ്സരയുടെ കരച്ചിലും അതുപോലെ രതീശനന്റെ സോറിയും ഒരു കാര്യമില്ലാത്ത കാര്യം പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബഹളം വെക്കലും ഉറക്കെ സംസാരിക്കലും കരച്ചിലുമാണെന്ന് വ്യക്തം. ടാസ്കിൽ സിജോയുടെ ടീം ജയിച്ചതോടെ നിലവിലെ പവർ ടീമുമായി ഇക്കൂട്ടർക്ക് നേരിട്ട് മത്സരിക്കേണ്ടി വരും. സ്വാഭാവികമായും സിജോയുടെ ടീം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. കാരണം കിച്ചൺ ടീം ലക്കിന്റെ പുറത്താണ് ഈ പവർ റൂമിൽ കയറിപ്പറ്റിയിരിക്കുന്നത്. ഒരു ഗെയിം രീതിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ഇവരെ കൊണ്ട് മത്സരിച്ച് ജയിക്കാനാകുമെന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ശ്രീരേഖ, യമുന റാണി, ജിൻഡോ ഇവരൊക്കെ ഒരു ടാസ്കിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ഇൻവോൾവ് ആകുമെന്ന കാര്യത്തിലും സംശയമുണ്ട്. എല്ലാ എപ്പിസോഡിലെയും പോലെ ഇപ്രാവശ്യവും രതീഷ് അണ്ണന്റെ വൺ മാൻ ഷോ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസിനായി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. സുരേഷ് മേനോന് നൽകിയ ഉമ്മയ്ക്ക് പിന്നാലെയുള്ള മാപ്പ് പറച്ചിലും അതുപോലെ ജാൻമണിയെ കൊണ്ടുള്ള മേക്കപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പറയാം ഇങ്ങർക്ക് ക്യാമറ സ്പേസ് ആണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ജാൻമോണിദാസ് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞ രതീഷ് ഒരു സുപ്രഭാതത്തിൽ മേക്കപ്പ് ചെയ്യാൻ അതേ ആളുടെ മുൻപിലിരിക്കുമ്പോൾ ഇങ്ങർക്ക് എന്തിന്റെ കാര്യമാണെന്ന് തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യം പറഞ്ഞാൽ രതീഷിനെ കൃത്യമായി ഓരോ എപ്പിസോഡിലും തന്റെ സാന്നിധ്യം നിലനിർത്താൻ അറിയാമെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ശ്രീരേഖ തനിക്ക് മുന്നിലുള്ള വെല്ലുവിളി രതീഷാണെന്നും മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റുന്നില്ലെന്നും പവർ റൂം അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ വീടിന് പുറത്താക്കിയതുമല്ല. ശ്രീരേഖ രതീഷിനെതിരെയാണ് പറഞ്ഞതെങ്കിലും കൃത്യമായി രതീഷ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വെല്ലുവിളിയാണെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലായത് റോക്കി ബായിക്കാണെന്ന് മാത്രം. 3 ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശ്രീരേഖ ആക്റ്റീവായ ദിവസമായിരുന്നു ഇന്നലെ. സത്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെങ്കിലും സ്ക്രീൻ സ്പേസിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം ആക്റ്റീവ് അല്ലാത്ത റസ്മിൻ ബായിയുടെ അങ്കത്തട്ടിലേക്കുള്ള കടന്നുവരവാണ്. ഒരു സിംഹം സടകുടഞ്ഞ് എണീറ്റ ഫീലാണ് രതീഷുമായുള്ള വഴക്ക് കണ്ടപ്പോൾ എനിക്കൊക്കെ തോന്നിയത്. ഈ തുടക്കം അതേപോലെ നിലനിർത്തിയാൽ 100ൽ പകുതി ദിവസമെങ്കിലും വീടിനുള്ളിൽ തുടരാൻ പറ്റും. ആസ് യൂഷ്വൽ ലൈവ് സ്റ്റോറിയുമായി സുരേഷ് മേനോനും നോറയുമാണ് എത്തിയതെങ്കിലും നോറ ഒരു പടി മുന്നിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഈ ഒരു ഒറ്റ സ്റ്റോറിയിലൂടെ ചില്ലറക്കാരിയല്ല ഈ പെൺകുട്ടി എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഇതിനോടകം ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ ബെൽ പരിപാടി ഇത്തവണയും തലപൊക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ലക്ഷറി പോയിന്റ് കളയുന്ന ബെല്ലാണെങ്കിൽ ഇത്തവണ പവർ ബെല്ലായാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പവർ റൂം അധികാരം എന്താണെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല. മറ്റ് സീസണുകളില്ലാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരാൾക്കും സംഭവം ക്ലിക്കായിട്ടില്ലെന്ന് വ്യക്തം. വെറുതെ പുറത്തുപോയിരിക്കുക, പാത്രം കഴുകുക, ഇതൊക്കെയാണ് പവർ റൂം മെമ്പേഴ്സ് നൽകുന്ന പണിഷ്മെന്റുകൾ. അതുകൊണ്ടാണ് ബിഗ് ബോസ് തന്നെ പവർ റൂം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ രംഗത്തെത്തിയത്. എന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രം.
ഒന്നെങ്കിൽ ഇവർക്ക് കൃത്യമായി 1 by 1 ആയി പവർ റൂം എന്താണെന്നും എങ്ങനെയാണ് പണിഷ്മെന്റ് നൽകേണ്ടതെന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ പുതിയ പവർ ടീമും എന്തൊക്കെയോ കാണിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇനി അടുത്ത എപ്പിസോഡിൽ ചാലഞ്ചർ ടാസ്ക് ആണ് ഇനി വരാൻ പോകുന്നത്. പുതിയ പവർ ടീം എത്തുമ്പോൾ ഈ പറഞ്ഞ പവർ അധികാരം അവർ എങ്ങനെ ഉപയോഗിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. രണ്ടാമതായി ഗബ്രി ജാസ്മിൻ ലവ് ട്രാക്ക് ആണ്. അതും എത്രമാത്രം ട്രാക്കിലേക്ക് എത്തുമെന്നും അറിയേണ്ടതുണ്ട്. 5ാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളുമായി നാളെ കാണാം.